ഹേ ഗൈസ് എന്തെങ്കിലും സുഖമല്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണണമല്ലോ, എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മളിഞ്ഞ റൂമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷൊക്കെ ആയി നമ്മൾ ഇവിടുന്ന് പോവാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ റെഡ് ഫോർട്ട് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ റൂമൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാണ്. റൂം ലോക്ക് ചെയ്യൽ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ സാധനവും അവിടെയാണ്. അവിടെ സേഫായിട്ട് വെച്ച് ലഗേജ് കാര്യങ്ങളൊക്കെ ഇറക്കി അത്യാവശ്യമുള്ള പേഴ്സ്, ഫോണ്, ചാർജർ മാത്രം ഇട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഡൽഹീൻ്റെ ജുമാ മസ്ജിദിൻ്റെ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, ഒന്ന് കറങ്ങി അടിക്കണം. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. പോണ വഴിക്കണ്ടില്ല കുറേ ഈത്തപ്പഴം അവിടെ വെച്ച്, എത്ര കണ്ടമാനം ഈത്തപ്പഴം എന്ത് അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു കട ഒന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ. അങ്ങനെ മാർക്കറ്റിലൂടെ അങ്ങനെ പോയി. അവിടെ ഷൂവ് അത് ഇത് ഇല്ലാത്ത ഒരു സാധനമില്ല കംപ്ലീറ്റ്ലി. അതിൻ്റെ കാഴ്ചകളായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണാൻ. അതിൻ്റെ ഇടയിൽ ഒരാൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ അയാളെ ജീവിതമാർഗ്ഗം കണ്ടോ അങ്ങനെ പറ്റും. അങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ ബോർഡാണ് ആ കാണുന്നത്. അവിടെ റൈറ്റ് തിരിഞ്ഞ് ഈ റോഡ് ഇങ്ങനെ നേരെ പോയി നമ്മളെന്ത് ചെയ്യും, റെഡ് ഫോർട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വിൽക്കണത്, സൺഗ്ലാസ് വിൽക്കണത് കണ്ട് അങ്ങനെ അതൊന്ന് വാങ്ങാൻ വിചാരിച്ചു. അയാളായിരുന്നു കുറേ ബാർഗെയിൻ ചെയ്തൊരു സൺഗ്ലാസ് എന്ത് ചെയ്തു നമ്മൾ മേടിച്ചു. ഞാൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ട്, സെറ്റല്ലേ, പവറല്ലേ, എനിക്ക് തന്നെ തോന്നി ഞാൻ നല്ല ലുക്ക് ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതെടുത്ത്. ആ കാണുന്നതാണ് എന്ത്, റെഡ് ഫോർട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ റോഡൊക്കെ ക്ലോസ് ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി. ഈ കാണണം കേട്ടോ റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ട് നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് കണ്ടുണ്ടാവും. എവിടെ വെച്ചാൽ നമ്മൾ 500 രൂപേൻ്റെ നോട്ടുണ്ടല്ലോ, അതിലുണ്ട് ഈ സാധനം. ഈ സൈഡിലായി കാണുന്ന ഈ കിടങ്ങുണ്ടല്ലോ, ഈ തോട് പോലുള്ള ഈ പച്ചപ്പുല്ലുള്ള, അതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു കഥ ഉണ്ട്. പണ്ട് ഈ യുദ്ധസമയത്ത് അതിൽ മുതലകളെ ഇട്ട് വെക്കുന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. പോണ വഴിക്ക് ഒരു ചങ്ങായി കുൽഫി വെക്കണം. അപ്പോൾ നമ്മൾ ഓരോ എന്ത് ചെയ്ത് കുൽഫിയൊക്കെ വാങ്ങി കഴിച്ചു. നല്ല രസമുണ്ടായിട്ടോ കുൽഫി. ഈ എത്തി നിൽക്കണ ഈ സ്ട്രീറ്റിൻ്റെ പേര് ചാന്ദിനി ചോപ്പ് എന്ന് കേട്ടോ. ഇത് നമ്മൾ ജമാ മസ്ജിദിന് മുമ്പുള്ള മാർക്കറ്റ് ഉണ്ടല്ലോ, അതുപോലൊരു മാർക്കറ്റാണ്. അതായത് ഈ റെഡ് ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ആ നീണ്ട റോഡ് കംപ്ലീറ്റ് അവിടെ ഇതേപോലെ തന്നെ ഡെസേർട്ട് അത് ഇത് മാല വള ഇഷ്ടം പോലെയുള്ള ഓരോ സംഭവം, ഡ്രസ്സ് അത്രക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് വേറെ സ്ഥലത്ത് പോകണം, അതായത് കുത്തൂബ് മിനാർ പോകണം. അങ്ങനെ നമ്മളൊരു ഇടുങ്ങിയ വഴിയിലൂടെ പോകണം. ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ മെട്രോ സ്റ്റേഷനിലാണ്. അവിടെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ കുറച്ച് നടന്നാൽ മതി. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മൾ മെട്രോയിൽ കയറി. അതിൻ്റെ മുമ്പ് മെട്രോക്കുള്ള വീഡിയോ ഒക്കെ എടുത്തി. അത് അവിടെയുള്ളൊരു പോലീസുകാരനെ കൊണ്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കിപ്പിച്ച്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്യാമറ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോ കംപ്ലീറ്റ് ചങ്ങായി എന്ത് ചെയ്ത് എന്നെ കൊണ്ട് ഡിലീറ്റ് ആക്കിപ്പിച്ച്. അങ്ങനെ നമ്മൾ അവിടുന്ന് മെട്രോയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വണ്ടി കയറി. അങ്ങനെ ഈ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ കുത്തൂബ് മിനാർ വന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ചെക്കന്മാർക്ക് നല്ല ദാഹം. അങ്ങനെ നമ്മൾ ഓരോ കുപ്പി വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റിന് എന്ത് ചെയ്യണം, ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് കുറേ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അങ്ങനെ കുറേ ട്രൈന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ടിക്കറ്റ് കിട്ടി. അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളായിട്ടേ കാണുന്നത്. കുത്തൂബ് മിനാറിൻ്റെ ഗേറ്റ് പാസ് എടുത്ത് ഉള്ളിൽ കയറിയുള്ള ഈ കാഴ്ചകളാണ് ഈ കംപ്ലീറ്റ് കാണുന്നത്. ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് എല്ലാം നമുക്ക് അറിയുന്നില്ല. നമ്മളിതിന് മെയിൻ ലക്ഷ്യം എന്താ, കുത്തൂബ് മിനാർ കാണാനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആകാശത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകണം. എത്ര ഫ്ലൈറ്റ് ഇതിൽ കൂടെ പോകണം അറിയും. ഒരൊന്നുമല്ല, ഒന്ന് പോയതിൻ്റെ പുറമെ വേറൊന്ന്, അടുത്ത പോയതിൻ്റെ പുറമെ വേറൊന്ന്. അങ്ങനെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട് അവിടെ. നമ്മളെ കേരള മാത്രമല്ല, കുറേ രാജ്യത്ത് കുറേ ആൾക്കാർ ഇവിടുന്നൊക്കെ ആയിട്ട് നീണ്ടു വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റ് പിന്നെയും പോകും കംപ്ലീറ്റ്. അതിൻ്റെ ഉള്ളിൽ ഓരോ നല്ല നല്ല കാഴ്ചകൾ, ഓരോ പഴയ ഈ കോട്ട, അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളാണ്. നമ്മളെ ലക്ഷ്യമായ കുത്തൂബ് മിനാർ ഇതാ നമ്മൾ കാണാൻ പോവാണ്. അങ്ങനെ ഈ ചങ്ങ എന്താ കാണുന്നത്, അത് ആ കാണാനാണ് കുത്തൂബ് മിനാർ. അതുപോലെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ. പക്ഷേ ആ ഫോട്ടോ എന്തായാലും സംഭവം ക്ലിക്കായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിട്ടോ. അവന് അത് പിടിച്ച് നിൽക്കണ പോലെയുള്ള ഒരു ഫോട്ടോ കിട്ടി. പിന്നെ കുത്തൂബ് മിനാറൊക്കെ കണ്ട് നമ്മളൊരു ഫോട്ടോ ഒക്കെ അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ. നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച്. ഈ ചങ്ങേൻ്റെ ഓട്ടോയിലാണ് നമ്മൾ റിട്ടേൺ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ വേറെ എങ്ങോട്ടെങ്കിൽ പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പക്ഷേ നമ്മൾ അതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നല്ല ലേറ്റാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ഈവനിങ് ആണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ഫുഡൊക്കെ കഴിച്ച്. ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചു നിങ്ങളെന്താ ഈ പേപ്പറിലൊക്കെ ഇട്ട് തിന്നണമെന്ന്. ഒന്നുമല്ല, അവസ്ഥ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ആയി. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി വിചാരിച്ചു. ഡൽഹി സ്ട്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് നല്ല റഷ്, നല്ല തിരക്ക്. പറഞ്ഞാൽ ഈ സീസണിലായോണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര തിരക്ക്. അങ്ങനെ നമ്മൾ രാത്രിക്കത്തെ ഡൽഹി സ്ട്രീറ്റിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ റൂമിൽ പോകണം കേട്ടോ. നമ്മൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട്
പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ റൂമെത്താനായി. പോയിട്ട് എന്ത് ചെയ്യണം, ഫ്രഷ് ചെയ്തിട്ട് അവിടെ കൂടുതൽ കേട്ടോ, പിന്നെ നമ്മൾ ഇറങ്ങണം. പിന്നെ ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഞാൻ വരും. ഓക്കെ, നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ ഘട്ടമായിട്ട് വരും. എല്ലാ വീഡിയോ ഒന്നിൽ കൊള്ളിച്ചാൽ വീഡിയോ നല്ല ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്നിലും കൊള്ളിക്കാതെ. അങ്ങനെ നമ്മൾ റൂമെത്തി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇനി ഫുഡ് സ്ട്രീറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണ്ട, അതാരും സ്കിപ്പ് ചെയ്യണ്ട, എല്ലാവരും കണ്ടുകൊണ്ട് വരും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, കൂടെ കൂടി.